പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയും തുർക്കിയും കൈകോർത്താൽ കാശ്മീർ പാകിസ്ഥാനിലേക്കാൻ വലിയ താമസമുണ്ടാകില്ല. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇന്ത്യ ജാഗ്രതയിലാണ്. ഭീകരതയുടെ ആണിക്കല്ലിളക്കും എന്ന ഇന്ത്യയുടെ നിലപാടിന് മുന്നിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള കടുത്ത ഭീകരവാദം. പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം തുർക്കിയുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ചങ്ങാത്തം കൂടുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്ത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ അതിന്റെ തീവ്രവാദ വിഭാഗമാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുർക്കിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടപഴകിയാൽ അത് പതിവാകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അങ്ങനെ ഇടപഴകുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കടുത്ത ആശങ്ക വരുത്തിവെക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കാശ്മീർ തന്നെയാണ്. കാശ്മീർ വിഷയത്തിന് തുർക്കി പാകിസ്ഥാന് വളരെ നല്ലൊരു പിന്തുണയാണ് നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും കാശ്മീർ പ്രശ്നം ഉന്നയിച്ചിട്ടുമുണ്ട്. റെസനന്റ് ന്യൂസിലെ ഒരു റിപ്പോർട്ട് പറയുന്നത് തുർക്കി മതകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു ഉന്നതതല പ്രതിനിധി സംഘം ഈദിന്റെ 3-ാം ദിവസം പാകിസ്ഥാനിലെ സയ്യിദ് മൗദൂദി സ്മാരകത്തിൽ എത്തിയെന്നാണ്. അൽ ഖിദ്മത്ത് ഫൗണ്ടേഷൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന, അതായത് ആചാരപരമായ ബലി നടത്തുന്നതിനും ദരിദ്രർക്കുള്ള സഹായത്തിനും മേൽനോട്ടം വഹിക്കാനാണ് പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കാര്യം അതല്ല. സന്ദർശന വേളയിൽ തുർക്കി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ദേവാലയം സന്ദർശിച്ച് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക പ്രത്യയശാസ്ത്രജ്ഞനായിരുന്നു സയ്യിദ് അബുൽ അല മൗദൂദി. അന്താരാഷ്ട്ര മാനുഷികവും മതപരവുമായ ഒരു സാധാരണ കൈമാറ്റമായിട്ടാണ് പാകിസ്ഥാനും തുർക്കിയും ഇതിനെ അവതരിപ്പിച്ചത്. എന്നാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിന്റെ മറ്റ് ശാഖകളുടെയും ഒക്കെ നേതൃത്വത്തിൽ തുർക്കി സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് ഇത്തരത്തിൽ ഇടപെട്ടാൽ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തും. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പിന്തുണ തുർക്കിയുടെ ഭാഗത്തു നിന്നാണ്. അതിനാൽ ഹിസ്ബുൾ മുജാഹിദിന്റെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള തുർക്കിയുടെ കൂട്ടുകെട്ട് ഭീകരതയ്ക്ക് ആക്കം കൂട്ടും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ. ജമ്മു കാശ്മീരിലെ ഒരുപാട് ഭീകര ആക്രമണങ്ങളിൽ വളരെ കാലമായി ഹിസ്ബുൾ മുജാഹിദ്ദീൻ പങ്കാളികളാണ്. കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പാകിസ്ഥാനിൽ ലയിപ്പിക്കുക എന്നത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 1989 ഈ സംഘം സ്ഥാപിതമായത്. മുൻകാലങ്ങളിൽ കാശ്മീരിലെ ഇന്ത്യൻ സുരക്ഷാ സേനകളെയും സൈനികരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് അവർ ആവർത്തിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ സുരക്ഷാ സേനയുടെ കടുത്ത അടിച്ചമർത്തലുകളും നേതൃത്വ ശൂന്യതയും കാരണം ഹിസ്ബുൾ മുജാഹിദ്ദീന്റെ ശക്തി ഗണ്യമായി കുറഞ്ഞു. സയ്യിദ് സലാഹുദ്ദീനാണ് സംഘടനയുടെ തലവൻ. പാക് അധിനിവേശ കാശ്മീരിലെ മുസാഫറാബാദിലാണ് ഇതിന്റെ ആസ്ഥാനം. ഇന്ത്യ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവ ഹിസ്ബുൾ മുജാഹിദ്ദീനെ വിദേശ ഭീകര സംഘടനയായും നിരോധിത സംഘടനയായും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഹിസ്ബുൾ മുജാഹിദ്ദീന്റെ കൂട്ടുകെട്ടിനോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും തുർക്കി ഉദ്യോഗസ്ഥരും തുർക്കിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഇന്ത്യക്ക് വളരെ വലിയൊരു ദോഷം ചെയ്യും എന്നത് ഇന്ത്യ ഭയക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ആ ഭയവുമായി വെറുതെ ഇരിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്ങനെയാണ് അത്തരമൊരു ഭയത്തെ മറികടക്കാൻ, എങ്ങനെയാണ് അതിനെ നേരിടാൻ സാധിക്കുക എന്നതിനുള്ള നിർദ്ദേശങ്ങൾ, എന്നതിനുള്ള ആശയങ്ങൾ എന്തായാലും അണിയറയിൽ ഒരുങ്ങുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമാനസ്.